കുട്ടികളുടെ ഒരു ഇഷ്ടം തന്നെ അങ്ങോട്ട് മതിയായി. ഞാൻ 2 വർഷം മുമ്പേ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ജഡ്ജ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്തിനോ വേണ്ടി നടത്തുന്നു, വെറുതെ ഒരു പേരിന് വേണ്ടി നടത്തി അങ്ങ് തീർക്കുന്നു എന്നുള്ളതല്ലാതെ പഴയ ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു പരിമളം അത് നഷ്ടപ്പെട്ടു. താങ്കൾ ഇപ്പോൾ അതിഥിയായിട്ട് വരുമ്പോൾ തന്നെ പ്രേക്ഷകർ ഒട്ടേറെ പാട്ടുകളായിരിക്കും കൂടുതലും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുപോകേണ്ട അടുത്ത ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്? ഏത് പാട്ടാണ് പാടേണ്ടത്? എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്നത് പെരുമഴക്കാലത്തിലെ താങ്കൾ തന്നെ അഭിനയിച്ച് പാടിയതുകൊണ്ടാണ് പ്രേക്ഷകർ അത് ഏറെ ഇഷ്ടപ്പെടുന്നത്. അതൊന്ന് മൂളുന്നതായിരിക്കും. രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം, കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം, ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം, ഒരു തേടലായി മഴക്കാലം, രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. നേരത്തെ പറഞ്ഞു അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ പാട്ടുകൾ ചെയ്തു, ഒപ്പം അമ്മയോടും മകളോടും ഒക്കെയുള്ള പാട്ടുകൾ. മനസ്സിൽ വല്ലാതെ നോവ് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാട്ട് ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും. അമ്മ മഴക്കാറ് എന്നുള്ള പാട്ട് ചെയ്തപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അമ്മയുടെ വളരെ രോഗാതുരയായിരുന്ന ഒരു സമയത്താണ്. അപ്പോൾ ആ പാട്ട് ഞാൻ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ മുഖവും, എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ മുഖത്തെ വളരെ ശോകാർദ്രമായ ഭാവങ്ങളും അതിൻ്റെ തീക്ഷ്ണതയൊക്കെ എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഈ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ. അത് ഒരു നിയോഗമാണ് ആ പാട്ട് ചെയ്യുക എന്നുള്ളത്, അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാനിപ്പോൾ അതിനെ കാണുന്നത്. താങ്കളുടെ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഗിരീഷ് ചേട്ടനെ വിസ്മരിക്കാൻ സാധിക്കില്ല ആർക്കും. അദ്ദേഹത്തോടൊപ്പം അനുഭവങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ? ഗിരീഷ് ചേട്ടൻ എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടൻ. ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നത്, നമ്മൾ ഏത് പാട്ട് ഉണ്ടാക്കിയാലും ഗിരീഷ് ചേട്ടൻ്റെ വൈഫിന് ബീന ചേച്ചി അപ്പം തന്നെ ഗിരീഷ് ചേട്ടൻ ഫോണിൽ വിളിക്കും. എന്നിട്ട് പറയും, ബീന, ഞാനും ഇവനും കൂടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, നീ അത് കേൾക്ക്, അത് അതിസുന്ദരമായിട്ട്, ഇവൻ മിടുക്കനാണ് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എത്രയോ പാട്ടുകൾ അതെനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ഇങ്ങനെ ബീന ചേച്ചിയെ ഫോണിൽ കൂടെ ഇങ്ങനെ കേൾപ്പിച്ചിരുന്നത്. അപ്പോൾ ബീന ചേച്ചി അത് കേൾക്കുമ്പോൾ പറയും, ഇത് നന്നാവും, അല്ലെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കപ്പെടും, ഇത് ഹിറ്റാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അതുപോലെ തന്നെ വീട്ടിൽ പ്രിയയും ഇതേ സമയത്ത് തന്നെ ബീന ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പ്രിയയെ വിളിക്കും, എന്നിട്ട് കേൾപ്പിക്കും, ഗിരീഷ് ചേട്ടനുമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു നമ്മളറിയാതെ തന്നെ എൻ്റെ സ്വന്തം ചേട്ടനോടുള്ള ഒരു സ്നേഹം വരികയും ഗിരീഷ് ചേട്ടനും എന്നോട് അങ്ങനെ ആവുകയും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തവണ ഒരു പക്ഷേ ഗിരീഷ് ചേട്ടൻ പടങ്ങിയിട്ടുള്ളതും ഞാൻ എൻ്റെ കൂടെ ആയിരിക്കും. പലപ്പോഴും ഞാൻ പറയും, ഗിരീഷ് ചേട്ടാ ഒന്ന് മാറിക്കൂടെ എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ മാറ്റാൻ സൗകര്യമില്ല, നീ വേണമെങ്കിൽ ഇതെടുക്ക് എന്ന് പറയും. അപ്പോൾ ഞാൻ എണീച്ച് വെളിയിൽ പോവും. കുറേ കഴിയുമ്പോൾ ഗിരീഷ് ചേട്ടൻ തന്നെ വന്ന് ബാക്കിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് പറയും, ബാ ഞാൻ മാറ്റിത്തരാം, ബാ എന്തായാലും നീ പറഞ്ഞതല്ലേ, എന്തോ ആയിക്കോട്ടെ പോട്ടെ, ഞാൻ മാറ്റിത്തരാം എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നിമിഷങ്ങൾ മൊമെൻറ്റ്സ് മറക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഗിരീഷ് ചേട്ടന് ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. ഇത് നമുക്ക് പല രാത്രികളിലും ഗിരീഷ് ചേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റും. നീയുറങ്ങുന്ന നിരാലംബശയ്യയിൽ നിർനിദ്രമേ ഞാൻ ഒഴുകി. ഇതെപ്പോഴും കേൾക്കും, ഈ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. മധുമൊഴി രാധേ നിന്നെ തേടി എന്ന് പറഞ്ഞ് ഈ നീട്ടുന്നത് 1 കിലോമീറ്റർ നീളം ഉള്ള പോലെ ഇങ്ങനെ നീട്ടി പാടി കാണിക്കും. നിനക്ക് പാടാൻ പറ്റുമോ? പറ്റൂല, എനിക്ക് പറ്റൂ എന്ന് ഇങ്ങനെയൊക്കെ വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സും അതുപോലെ അനുഗ്രഹവും. ചിലപ്പോഴൊക്കെ
ഗിരീഷേട്ടൻ വന്നിട്ട് എന്തിനാണെന്നറിയില്ല ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നെറുകയിൽ കൈവച്ചിട്ട് നീ നന്നായിട്ട് വരുവാ, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴും എന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലാണെങ്കിലും എല്ലാത്തിലും അത്തരത്തിലുള്ള വളരെ അവഗാഹം ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ്. ഇപ്പോൾ ഏതൊരു ഗാനരചയിതാവിൻ്റെയും പാട്ട് അവർ തന്നെ മറന്നു പോയിട്ടുള്ള പാട്ടുകൾ ഗിരീഷേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ലിറിക്കോടുകൂടി ട്യൂണോടുകൂടി പാടി കേൾപ്പിക്കും. അപ്പോൾ അത്രയ്ക്കധികം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. ഒപ്പം തന്നെ ഈ ഓണത്തിൻ്റെ ദിനത്തിൽ മറ്റൊരാളെയും കൂടി സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ലോഹിതദാസ്, താങ്കൾ അദ്ദേഹത്തോടൊപ്പം ചെയ്ത നിവേദി എന്ന ചിത്രം, ആ ചിത്രത്തിൻ്റെ ഗാനത്തിനും സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു അല്ലേ? ലോഹിതദാസുമായിട്ടുള്ള അനുഭവം എങ്ങനെയായിരുന്നു? ലോഹിതദാസ് സാറ് ഒരു മഹാനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു. ശരിക്ക് ജീവിതത്തെ അദ്ദേഹം വളരെയധികം ഒബ്സർവ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലുള്ള ഓരോ കഥാപാത്രവും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒബ്സർവേഷൻ ഭയങ്കരമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ വേണ്ടതും ഒബ്സർവേഷനാണ്. അല്ലെങ്കിൽ അയാളുടെ ക്രിയേറ്റിവിറ്റിയുടെ ആ നീരുറവ വറ്റിപ്പോകുമെന്ന് തോന്നുന്നു. പക്ഷേ ലോഹിതദാസ് സാറിന് ഒരിക്കലും ആ രീതിയിലല്ല. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പുതിയ പുതിയ മാനങ്ങൾ ഓരോ ദിവസവും കണ്ടെടുത്ത് അതിനെ സംഗീതവുമായി ലയിപ്പിച്ച്, ഒരു സംഗീത സംവിധായകൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ക്യാരക്ടേഴ്സിനെ സംഗീതവുമായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലയിപ്പിച്ച് സോങ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നതിൽ വളരെ മിടുക്കനായിരുന്നു. ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഒരു 9 ട്യൂൺസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കോലക്കുഴൽ എന്നുള്ള ആ 9 ട്യൂൺസും കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ എപ്പോഴും ലോഹിതദാസ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊടുന്നനവേ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് സാർ അത് പ്രശ്നം? അപ്പോൾ പറഞ്ഞു ഇതിൽ രാധയും കൃഷ്ണനും ഇല്ല, രാധയും കൃഷ്ണനുമുള്ള ട്യൂൺസ് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും ഞാൻ കുറേ ട്യൂൺസ് ഉണ്ടാക്കി. ഞാൻ അത് കേൾപ്പിച്ചപ്പോഴത്തേക്കും ലോഹിതദാസ് സാറ് പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി, ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് പിന്നെയും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലോഹിതദാസ് സാർ എന്നെ വന്നിട്ട് പറഞ്ഞു ഇപ്പം ഞാനാണ് പെട്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ജയൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ട്യൂണും നന്നായിട്ടുണ്ട്, ഇതിൽ ഏത് ഞാൻ എടുക്കും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന അനുഭവങ്ങളായിരുന്നു. ഒരു മഹാനായ കലാകാരൻ നമ്മൾ ചെയ്ത വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഒരു നെയിം ബോഡി ഏകും എന്ന് അദ്ദേഹം വിചാരിക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു ഓണറാണ്. എനിക്ക് തോന്നുന്നു ആ പാട്ടൊന്ന് കേൾക്കാൻ തോന്നുന്നല്ലേ, കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രഗത്ഭനായ സംവിധായകൻ ബ്ലസ്സിയുടെ പ്രണയം എന്ന ചിത്രത്തിലാണ്. പല ഗാനങ്ങൾ ഇതിനകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? ബ്ലസ്സിയേട്ടൻ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്, പ്രത്യേകിച്ചും ഈ സിനിമയ്ക്ക് വേണ്ടി. കാരണം ഈ സിനിമ വളരെ പോയറ്റിക്കാണ്, ഒരു കവിത പോലെയാണ് അദ്ദേഹം ഈ സിനിമ ഉൾക്കൊണ്ടിരിക്കുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ എന്തെങ്കിലും വ്യത്യസ്തത വേണം, ഓരോ സിനിമയിലും അദ്ദേഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്രയധികം സമയമെടുത്ത് അതിൽ ഇൻവോൾവായി ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ മാക്സിമം പെർഫെക്ഷൻ, ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള മാക്സിമം പെർഫെക്ഷൻ അതിന് വേണം എന്നുള്ള രീതിയിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വണ്ടർഫുൾ ഡയറക്ടറായിട്ടാണ് എനിക്ക് ബ്ലസ്സിയേട്ടനെ പറ്റി പറയാനുള്ളത്. പിന്നെ കോംപ്രമൈസിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയധികം സമയമെടുത്ത് ഒരു സിനിമയുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് 17 ദിവസം എടുത്തു. 17 ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെയും കാണാതെയാണ് വർക്ക് ചെയ്തത്. ഞാൻ തന്നെ പലപ്പോഴും ചെയ്ത പല സീൻസിനും ചെയ്ത മ്യൂസിക് മൊത്തമായിട്ട് മാറ്റി 2ഉം 3ഉം പ്രാവശ്യം മാറ്റി ചെയ്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ബ്ലസ്സിയേട്ടൻ പറയാതെ തന്നെ, ബ്ലസ്സിയേട്ടൻ വളരെ കുറച്ച് ചേഞ്ച് ഓവേഴ്സ് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം
അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകളെ സംബന്ധിച്ച് ONV സാർ എഴുതിയ പാട്ടുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ രചനയെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഒന്ന്. അതുപോലെ സതീഷ് കുറുപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. സതീഷ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്ക് ഈ പ്രണയത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഓണക്കാലത്ത് എല്ലാവരും പ്രണയം കാണണം. ഇതുപോലെയുള്ള സിനിമകൾ കണ്ടാൽ മാത്രമേ ഇനിയും ഇത്തരത്തിലുള്ള കലാമൂല്യമുള്ള സിനിമകൾ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സും തയ്യാറാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ സജീവ് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് ഇപ്പോൾ വലിയ ലാഭമൊന്നും ഞാനിത് ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ബ്രേക്ക് ഈവൻ ആയാലും മതി, പക്ഷേ നല്ലൊരു സിനിമ നമുക്ക് എടുക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനസ്സുള്ള ഒരു പ്രൊഡ്യൂസർ നമുക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഇനി അടുത്തൊരു സിനിമ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് തിയേറ്ററുകളിൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ജനങ്ങൾ കൂടുതൽ ഈ സിനിമ കാണുകയും ഒക്കെ വേണം. അപ്പോൾ എന്തായാലും അതിന് വളരെ നല്ല അഭിപ്രായമുണ്ട്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ വളരെ സന്തോഷമാണ്. പ്രണയത്തിലെ ഒരു ഗാനം പ്രേക്ഷകർക്കായിട്ട് പാടാം. അതെനിക്ക് തോന്നുന്നത് ശ്രേയ പാടിയത് കേൾപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും തുടക്കം മാത്രം പാടാം. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ശ്രേയ പാടിയത് ഒരു പ്രത്യേകതയായിട്ട് പറയാം. ഈ പാട്ട് 2 പാട്ടുകൾ ശ്രേയ പാടിയിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശരത്ത് പാടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സംഗീതത്തിൽ കടന്നു വരുന്ന ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള നേച്ചറിനെ കുറിച്ചാണ്. പെരുമഴക്കാലത്തിലെ ആ ഗാനം അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് മറ്റു ചിത്രത്തിലെ ചില ഗാനങ്ങൾ. അത് തീർച്ചയായിട്ടും സംഗീത സംവിധായകന് അവകാശപ്പെടാവുന്ന മാറ്റങ്ങൾ അത്യാവശ്യമാണ്. പിന്നീട് താങ്കൾ തന്നെ പ്രമാണി എന്ന മാടമ്പി എന്ന ചിത്രത്തിലുള്ള ശങ്കർ മഹാദേവൻ പാടിയ ആ പാട്ട്, ഈ ഒരു വൈബ്രൻസ് അത് എങ്ങനെയാണ് നിലനിർത്തുന്നത്? അത് നമ്മൾ ഏറ്റവും കൂടുതൽ പല രീതിയിലുള്ള സംഗീതം കേൾക്കാനുള്ള ഒരു ചെവി നമുക്ക് ആവശ്യമുണ്ട്. അത് നിരന്തരം കേൾക്കുക, അത് കേട്ട് പഠിക്കുക. ഓരോ സംഗീതധാരയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠനവും കേൾവിയും 2 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം സംഗീതം എത്ര പഠിച്ചാലും തീരാത്ത, ഇങ്ങനെ നമ്മൾ പെർഫെക്ഷൻ കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കുമാണ് അടുത്ത ഒരു കര കാണുന്നത്. ആ കരയിലേക്ക് ഒരു കടൽ ദൂരമുണ്ട്. അത് ഒക്കെ താണ്ടി അവിടെ എത്തുമ്പോൾ വീണ്ടും അടുത്തൊരു കര കാണും. അപ്പോൾ ഇൻഫിനിറ്റായിട്ടുള്ള കരകളുള്ള ഒരു കലയാണ് സംഗീതം. തപസ് തന്നെയാണല്ലേ? തപസ് ചെയ്യാൻ പറ്റണം, പക്ഷേ അത്രയ്ക്കുള്ള മനസ്സിൻ്റെ ഒരു വലിപ്പമൊന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ബേസിക്കലി ഒരു ഉഴപ്പനാണ്. എൻ്റെ കുഴപ്പങ്ങൾ പലപ്പോഴും ഉണ്ട്. എന്നാലും എനിക്ക് നിരന്തരം ഇൻസ്പിറേഷൻ ആവുന്നത് ദാസറാണ്. കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളും ത്യജിച്ചിട്ടാണ് അദ്ദേഹം ഈ 50 വർഷങ്ങളിലൂടെ സംഗീതത്തിലൂടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ 5% നമുക്ക് ആവാൻ പറ്റിയാൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ ഗാനങ്ങളിലെ വ്യത്യസ്തതയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഷിക്കാർ എന്ന സിനിമയെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ് പ്രതികടിൻസ് എന്ന് പറയുന്നത്. തെലുങ്ക് ആണ്, SP സാറ് പാടിയിരിക്കുന്നു. ആ ഒരു ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാം. എനിക്ക് ഇപ്പോൾ ദാസാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ SP ബാലസുബ്രഹ്മണ്യം സാറുമായിട്ട് ഒന്ന് വർക്ക് ചെയ്യണമെന്ന് എത്രയോ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ പക്ഷേ മലയാളത്തിലുള്ള ഡിക്ഷൻ, മലയാളം അത് എങ്ങനെ വരും എന്നുള്ള ഒരു പേടി കാരണം പലപ്പോഴും അത് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് തെലുങ്ക് പാട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വിൽ സർട്ടൻലി സിംഗ് ഫോർ യു. എനിക്ക് അതിൻ്റെ ഒരു CD ഒന്ന് കൊടുത്തയക്കണം തലേ ദിവസം എന്ന് വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അപ്പോൾ എന്താണ് എൻ്റെ കോമ്പോസിഷൻ അദ്ദേഹം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ പാട്ട് കൊള്ളാമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അടുത്ത ദിവസം അദ്ദേഹം സ്റ്റുഡിയോയിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മിനിറ്റ് എനിക്ക് ജയേന്ദ്രനായിട്ട് സംസാരിക്കണം. ഞാൻ ആ വോയിസ് റൂമിൽ പോയപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ജയചന്ദ്രൻ, എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഞാൻ ഇന്നലെ CD വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് എല്ലാ റേഞ്ചിലുള്ള പാട്ടുകൾ പാടാൻ പറ്റുന്നതാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ എനിക്കും വയസ്സായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എല്ലാ റേഞ്ചിലുള്ള പാട്ടുകളൊന്നും എനിക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഉതകുന്ന റേഞ്ചിലുള്ള പാട്ടാണോ എന്ന് അറിയണം ഒന്ന്. പിന്നെ അതെനിക്ക് പാടാൻ പറ്റുമോ എന്ന് എനിക്കൊരു ധൈര്യം വേണം. അപ്പോൾ ഇന്നലെ 12 മണി വരെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ രാത്രി 1 മണിക്ക് വന്നിട്ട് 3 മണി വരെ ഈ പാട്ട് പഠിച്ചിട്ടാണ് വന്നത്.
ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ CD ചോദിച്ചത്. ഞാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, കാരണം ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു കലാകാരന് ഒരിക്കലും അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. സാറിൻ്റെ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 20,000-ൽ കൂടുതൽ ഗാനങ്ങൾ പാടിയ ഒരു മഹാനായ ഗായകനാണ് ഇത് പറയുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ പറയുന്നു, ഇതിൻ്റെ 5% നമുക്കൊക്കെ സാധിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഏതായാലും വളരെ നന്ദി സാർ, ഈ തിരുവോണ നാളിൽ ഞങ്ങളോടൊപ്പം വരികയും പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഓണമുണ്ടാവട്ടെ. എപ്പോഴും പറയാറില്ലേ, തമസോ മാ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ജ്യോതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകട്ടെ ഓരോ ഓണവും. ദുഃഖങ്ങളൊന്നും ഇല്ലാതെ ആവട്ടെ. പിന്നെ മാ വിദ്വേഷാവഹൈ എന്ന് പറയുന്ന പോലെ തമ്മിൽ വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്വസ്ഥമായിട്ടുള്ള, വളരെ അർത്ഥസമ്പൂർണമായിട്ടുള്ള ജീവിതങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ലോകസമസ്ത സുഖിനോ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയുള്ള ഓണം, പ്രതീക്ഷകളൊക്കെ എല്ലാവർക്കും സാധൂകരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം തന്നെ താങ്കൾക്ക് ഇപ്പോൾ 100 ചിത്രങ്ങൾ കഴിഞ്ഞു, ഇനി 100, 200, 500, 1000 ആവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. കേരളം